ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്വപ്നവും സന്തോഷവും എല്ലാം ദൈവം നൽകുന്ന സമ്മാനങ്ങൾ. ഹല്ലേലൂയ. ഒരു ആത്മീയ അനുഭവവും അതിൻ്റെ ദൈവിക സ്ഥിരീകരണവും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ഈ നല്ല ദിവസത്തിൻ്റെ ശുഭാശംസകൾ നേരുന്നു. ഡിസംബർ മാസം 9 2008 1:46 AM മുതൽ 2:07 AM വരെ കണ്ണുകൾ അടച്ച് ഹല്ലേലൂയ എന്ന നിരവധി തവണ ഉരുവിട്ടുകൊണ്ട് ഞാൻ ഉറങ്ങുവാൻ ശ്രമിച്ചു. എന്നാൽ ഇതിനിടയിൽ ലിബർട്ടിയിലുണ്ടായിരുന്ന കടയെക്കുറിച്ചുള്ള ചിന്താഭാരങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ദൈവമായ കർത്താവെ, സാധാരണ സ്വപ്നങ്ങളിൽ എൻ്റെ കിടക്കയിൽ നിന്ന് ഞാൻ തത്സമയം എടുക്കപ്പെടാറുള്ളതാണല്ലോ. അന്തരീക്ഷത്തിലൂടെ നീന്തി ദൈവസാന്നിധ്യത്തിൽ സുഖകരമായി യാത്ര ചെയ്യുന്ന ആ അനുഭവം ഇപ്പോൾ കിട്ടുന്നില്ലല്ലോ എന്ന് ഞാൻ സങ്കടപ്പെട്ടു. വീണ്ടും ഹല്ലേലൂയ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് ആ അനുഭവം തിരികെ ലഭിച്ചു. കണ്ണുകൾ അടച്ചിരിക്കുകയാണെങ്കിലും എനിക്ക് ചുറ്റുമുള്ളതെല്ലാം കാണാമായിരുന്നു. അന്തരീക്ഷത്തിലൂടെ വളരെ ദൂരം ഞാൻ കർത്താവിനോടൊപ്പം യാത്ര ചെയ്തു. യേശുവിനെ നേരിട്ട് കാണുന്നില്ലെങ്കിലും എൻ്റെ യേശുവാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന ദൃഢമായ ബോധ്യം എനിക്കുണ്ടായിരുന്നു. മനം കുളിർക്കുന്ന സന്തോഷത്തിൻ്റെ ആധിക്യം നിമിത്തം, ദൈവമായ കർത്താവെ, ഞാനിതിനൊന്നും യോഗ്യനല്ലല്ലോ, ഞാനിതൊന്നും അർഹിക്കുന്നില്ലല്ലോ, നീ എന്തിനാണ് എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അർഹിക്കുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണോ എന്നൊരു ചോദ്യം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഉദിച്ചു. ഇരുട്ടും പ്രകാശവും വർണ്ണഭരിതമായ നക്ഷത്രങ്ങളും നിറഞ്ഞ നീലാകാശം കണ്ടുകൊണ്ട് അന്തരീക്ഷത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കർത്താവിനെ കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും സ്വർഗത്തിലേക്കുള്ള ആ യാത്ര അതിമനോഹരമായിരുന്നു. യേശു കർത്താവിൻ്റെ സജീവ സാന്നിധ്യം അത്രമേൽ മധുര നിർഭരമായി ഞാൻ രുചിച്ചറിഞ്ഞു. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷത്തിൽ മതിമറന്ന് ഞാൻ വളരെ ദൂരം യാത്ര ചെയ്തു. എൻ്റെ ദൈവമായ കർത്താവെ, ഈ അനുഭൂതിയിൽ നിന്ന് എനിക്ക് തിരിച്ചു പോകേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചെങ്കിലും ഇപ്പോൾ ഓർമ്മയിൽ വരുന്നില്ല. വീണ്ടും ഹല്ലേലൂയ എന്ന് മന്ത്രിച്ചുകൊണ്ട് മറ്റ് ചിന്തകളെ അകറ്റി ഞാൻ കണ്ണുകളടച്ച് കിടന്നു. പെട്ടെന്ന് വീണ്ടും ഞാൻ എടുക്കപ്പെട്ടു. പഴയതുപോലെ തന്നെ അതിഭയങ്കരമായ സന്തോഷം എന്നിൽ നിറഞ്ഞു. ദൈവമായ കർത്താവെ, നീ എന്നെ ഇത്രയധികം സ്നേഹിക്കുവാൻ എനിക്കെന്ത് യോഗ്യതയാണുള്ളത് എന്ന് ഞാൻ വീണ്ടും ചോദിച്ചു. കുറേ ദൂരം ഉയരങ്ങളിലേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ആരുടെയൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നതായി തോന്നി. സന്തോഷത്തിൽ മതിമറന്ന് ഞാൻ കർത്താവിനോടൊപ്പം വൃത്താകൃതിയിലുള്ള ഒരു ഉദ്യാനത്തിൻ്റെ അരികിലെത്തി. മനോഹരമായ വള്ളിച്ചെടികൾ കൊണ്ട് ആ ഉദ്യാനം അലങ്കരിച്ചിരുന്നു. അവിടെ അന്തരീക്ഷത്തിലേക്ക് തൂങ്ങിക്കിടന്ന വള്ളികളിൽ പിടിച്ച് ഞാൻ തൂങ്ങിക്കിടന്നു. ആ സമയത്ത് ഞാൻ ചോദിച്ചു, ദൈവമായ കർത്താവെ, 50 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളോട് യാത്ര പറഞ്ഞ് സ്വർഗത്തിലേക്ക് പോയ എൻ്റെ അച്ചായനെ എനിക്കൊന്ന് കാണുവാൻ കഴിയുമോ? ആ ആഗ്രഹത്തിൽ തെറ്റൊന്നുമില്ലെന്ന് എനിക്ക് തോന്നി. എങ്കിലും അച്ചായനെ കാണുവാൻ കഴിഞ്ഞില്ല. എങ്ങനെയെന്നറിയില്ല, പെട്ടെന്ന് ഞാൻ നിൽക്കുന്നത് ആ ഉദ്യാനത്തിന് ചുറ്റുമുള്ള 4 അടി വീതിയുള്ള മണൽപ്പാതയിലായിരുന്നു. ധാരാളം ആളുകളുടെ ഉല്ലാസഘോഷങ്ങളും സന്തോഷവും എനിക്ക് കാണുവാനും കേൾക്കുവാനും കഴിഞ്ഞു. ഒത്തിരി നിറപ്പകിട്ടുള്ള കുട്ടികൾ ഉദ്യാനത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു. ഈ സമയമൊക്കെയും ഞാൻ ഹല്ലേലൂയ ഉരുവിടുന്നുമുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയുള്ള കുട്ടികളെ നോക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന കാക്കി നിക്കറും വെള്ളക്കുപ്പായവും ധരിച്ച ഒരു പുരുഷനെ ഞാൻ കണ്ടു. പരിചയമുള്ള ആരെങ്കിലുമാണോ എന്ന് തോന്നിയെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഹല്ലേലൂയ എന്ന് പറയുന്നത് എനിക്കും കേൾക്കാമായിരുന്നു. ആ പാർക്കിന് മുകളിൽ പിന്നീട് അന്തരീക്ഷം മാത്രമായിരുന്നു. ദൈവത്തെയോ അവൻ്റെ വാസസ്ഥലത്തെയോ നേരിട്ട് കണ്ടില്ലെങ്കിലും കർത്താവിൻ്റെ സിംഹാസനം ഉദ്യാനത്തിൻ്റെ മധ്യഭാഗത്തായി ഉണ്ടെന്ന് എനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടു. ഈ അനുഭവത്തിന് ഇത്രയധികം സന്തോഷമെങ്കിൽ എൻ്റെ ദൈവമായ കർത്താവിനെ നേരിൽ കാണുന്നത് എത്ര മഹത്തരമായിരിക്കും. ആ അനുഭവം എങ്ങനെ അവസാനിച്ചുവെന്നോ എങ്ങനെ ഉണർന്നുവെന്നോ ഓർക്കുന്നില്ല. ഉണർന്ന് സമയം നോക്കിയപ്പോൾ 2:07 AM ആയിരുന്നു. ഷാജി പാസ്റ്ററെ കണ്ടുമുട്ടിയതിനെക്കുറിച്ച്
കാക്കി നിക്കർ ധരിച്ച ആ വ്യക്തിയെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ സഹോദരിയുടെ വീട്ടിൽ നടന്ന ഒരു പ്രാർത്ഥനാ യോഗത്തിൽ വെച്ച് ഞാൻ കണ്ടുമുട്ടി. അപ്പോൾ ഞാൻ ഈ സ്വപ്നാനുഭവം അദ്ദേഹവുമായി പങ്കുവച്ചു. ഷാജി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു സഭയിലെ അസിസ്റ്റന്റ് പാസ്റ്റർ ആയിരുന്നു. തലേ ദിവസം ഉച്ച കഴിഞ്ഞ് ഞാൻ കണ്ട സിനിമയെക്കുറിച്ചുള്ള വിവരണം. 12/8/2008 ഉച്ച കഴിഞ്ഞോ വൈകുന്നേരമോ ടെക്സസിലെ മിസോറി സിറ്റിയിൽ വെച്ച് ചാനൽ 2-ലോ 8-ലോ അല്ലെങ്കിൽ PBSലോ ഞാൻ ദ ട്രോപ്ഡ് പെൻസ് ആൻഡ് ഹിസ്പാനിക് ലോയർ എ ക്ലാസ് അപ്പാർട്ട് ഗസ് ഗാർഷ്യ എന്ന സിനിമ കണ്ടു. പ്രോസിക്യൂഷൻ ഭാഗത്ത് ഒരു വനിതാ അഭിഭാഷകയായിരുന്നു. അവർ തൻ്റെ വാദങ്ങൾ വളരെ മനോഹരമായി അവതരിപ്പിച്ചു. അവർ കേസ് ജയിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. പ്രതിഭാഗം അഭിഭാഷകൻ ഒരു പുരുഷനായിരുന്നു. അദ്ദേഹം വാദങ്ങൾ നിരത്താൻ എഴുന്നേറ്റപ്പോൾ കഴുത്തിൽ തിളങ്ങുന്ന വർണ്ണവിളക്കുകൾ കൊണ്ടുള്ള ഒരു മാല ധരിച്ചിരുന്നു. അത് കണ്ട് ജഡ്ജി ദേഷ്യപ്പെടുകയും അത് ഊരിമാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം വെറുമൊരു തമാശക്കാരനാണെന്നും ഈ ജോലി കൃത്യമായി ചെയ്യുവാൻ കഴിയില്ലെന്നുമാണ് ആദ്യം എല്ലാവരും കരുതിയത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കേസ് അവതരണം വളരെ ഊർജ്ജസ്വലമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃത്യതയും വാദങ്ങളുടെ ക്രമമായ വളർച്ചയും എത്രത്തോളം മികച്ചതായിരുന്നുവെന്നാൽ ആദ്യത്തെ 5-10 മിനിറ്റിനുള്ളിൽ തന്നെ പ്രോസിക്യൂഷൻ അഭിഭാഷകയും ജഡ്ജിയും ഉൾപ്പെടെ സദസ്സിലുണ്ടായിരുന്ന എല്ലാവരും തങ്ങളുടെ പേനകൾ താഴെയിട്ട് അത്ഭുതത്തോടെ അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞു. ആ സമയം പ്രോസിക്യൂഷൻ അഭിഭാഷകയുടെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകുന്നത് ഞാൻ കണ്ടു. ഈ ലോകത്തിലെ വാക്കുകൾക്ക് എതിരാളിയുടെ ഹൃദയം പോലും ഇത്രമാത്രം അലിയിക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിൻ്റെ വചനം എത്രമാത്രം ശക്തമായിരിക്കുമെന്ന് ചിന്തിച്ച് ഞാൻ കരഞ്ഞുപോയി. ആ വചനം സംസാരിക്കാനുള്ള ജ്ഞാനമോ അത്തരമൊരു വചനമോ എനിക്ക് നൽകണമേ എന്നപേക്ഷിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഞാൻ ഫയർ പ്ലേസിന് മുകളിലുള്ള മാൻഡിലിൻ്റെ മുകളിൽ ഇരുന്ന യേശുവിൻ്റെ ചിത്രത്തിനടുത്തേക്ക് നടന്നു. ഈ സ്വപ്നത്തിലൂടെ ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയ 4 കാര്യങ്ങൾ: എല്ലാവരെയും സ്നേഹിക്കുക. 1. നമ്മെ ഉപദ്രവിക്കുന്നവരെ പോലും സ്നേഹിക്കുവാൻ ശീലിക്കുക. 2. ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക. ആരെയും തന്നെ വാക്കുകൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ കുറ്റം പറയാതിരിക്കുക. 3. മനോഭാരങ്ങൾ അപ്പോൾ തന്നെ നീക്കം ചെയ്യുക. എല്ലാ മനോഭാരങ്ങളും തൽക്ഷണം ക്ലിയർ ചെയ്യുക. എപ്പോഴും ഈ ലോകത്ത് നിന്ന് യാത്രയാകാൻ കണ്ണടയ്ക്കാൻ തയ്യാറായിരിക്കുക. 4. രക്ഷയിൽ ശ്രദ്ധാലുവാകുക. അവരവരുടെ രക്ഷയുടെ കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തുക. സ്വന്തം രക്ഷയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും അവരവർ തന്നെ ഏറ്റെടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കൃപാപൂർണനായ സ്വർഗീയ പിതാവേ, നിന്റെ വിശുദ്ധ നാമം എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ആനന്ദത്തിൻ്റെ നിമിഷങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും നിന്റെ സാന്നിധ്യത്തിൻ്റെ മൃദുലമായ ശബ്ദത്തിലൂടെയും നിന്റെ സ്നേഹം വെളിപ്പെടുത്തിയതിന് ഞങ്ങൾ നന്ദി കരേറ്റുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ ഭാരപ്പെട്ടപ്പോഴും മനസ്സുകൾ അസ്വസ്ഥമായപ്പോഴും നീ ഞങ്ങളെ നിന്റെ അടുക്കൽ ആകർഷിക്കുകയും നിന്റെ സ്നേഹം ഞങ്ങൾ സമ്പാദിച്ചതല്ല, നിന്റെ കൃപയാൽ സൗജന്യമായി നൽകപ്പെട്ടതാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവായ യേശുവേ, ബുദ്ധിയെ അതിജീവിക്കുന്ന അതേ സ്വർഗീയ ആനന്ദത്തോടെ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. എന്നും നിന്നോടൊപ്പം നടക്കുവാനുള്ള ആഴത്തിലുള്ള ആഗ്രഹം ഞങ്ങളിൽ ഉണർത്തണമേ. നിന്റെ വചനത്തിൻ്റെ ജ്ഞാനവും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ കേൾക്കുന്ന എല്ലാ ഹൃദയങ്ങൾക്കും വെളിച്ചവും സത്യവും മാറ്റവും നൽകുന്നതായി തീരുമാറാകണമേ. ഈ സാക്ഷ്യത്തെയും അത് സ്വീകരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവർ പ്രോത്സാഹിതരായി ശക്തരായി നിന്നോട് അടുത്തു വരുമാറാകണമേ. ഞങ്ങൾ നിന്നെ മുഖാമുഖം കാണുന്ന ആ ദിവസം വരെ ഞങ്ങളുടെ ജീവിതങ്ങൾ എല്ലായ്പ്പോഴും ഹാലേലുയ എന്ന് പാടുമാറാക്കണമേ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.